ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരാൾ യഥാർത്ഥ അഹ്ലുസുന്നി ആകാന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും മാത്രം എടുക്കലാണ്. ആയത്തും ഹദീസും അത് രണ്ടുമാണോ വഹി? നമ്മൾ എന്തിനാണ് മരിച്ചുപോയവരെ ഫോളോ ചെയ്യുന്നത്? സഹാബാക്കൾ മരിച്ചുപോയവരല്ലേ, നമ്മൾ അവരെ ഫോളോ ചെയ്യണം. ഹും റിജാൽ വനഹ്നു റിജാൽ. ഓരോ ആൾക്കാർ, നമ്മൾ ആൾക്കാർ. ജീവിച്ചിരിക്കുന്ന രണ്ട് വഹികൾ ഖുർആനും സുന്നത്തുമാണ്. നമ്മൾക്ക് ഖുർആൻ സുന്നത്ത് മതിയല്ലോ. എന്തിനാണ് സഹാബാക്കൾ മനസ്സിലാക്കുന്നത്? നമുക്കല്ല ബുദ്ധി വന്നിട്ടില്ലേ മനസ്സിലാക്കാൻ? നമുക്ക് സ്വന്തം മനസ്സിലാക്കിയ പോരാ. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആയത്തിനും ഈ ഹദീസിനൊക്കെ തള്ളേണ്ടി വരും. ഇപ്പോൾ സഹാബാക്കളെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, സഹാബാക്കളുടെ ശ്രേഷ്ഠത പറഞ്ഞതൊക്കെ തള്ളേണ്ടി വരും. ആ ആയത്തിനെ സ്വന്തം മനസ്സിലാക്കേണ്ടി വരും. ബിദഈകളാണ് ഖുർആനും ഹദീസും ആണ് ഫോളോ ചെയ്യേണ്ടത്, സലഫുകളല്ല എന്ന് പറയുന്നവർ. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനും ഹദീസുമാണ് പ്രമാണം, അവ രണ്ടും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അഖീദയും ഇബാദത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഖുർആനും സുന്നത്തും മാത്രം എന്ന് പറയുന്നത് ബിദഈകളാണ്. എന്തിനാണ് അത് പറയുന്നത് അറിയോ? ഒന്ന്, അവരുടെ വാദം പറയാൻ ആയത്തോതാം, ഹദീസ് ഓതാം. രണ്ടാമത്തേത്, അവർക്ക് അവരുടെ ഹവ പറയാം, അവരുടെ ഇച്ഛ പറയാം. ഇതാരെങ്ങനെ മനസ്സിലാക്കിയത്? അത് എന്ന് ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഇറക്കപ്പെട്ടതല്ലേ ഖുർആനും ഹദീസും, നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ഖുർആൻ പറഞ്ഞില്ല അഫലാ തഅഖിലൂൻ, നീ ചിന്തിക്കുന്നില്ലേ? ഞാൻ ചിന്തിച്ചതാണ്. എന്നാൽ ഇങ്ങനെയുള്ള അഖീദ സഹാബാക്കൾ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനത്തെ ഇബാദത്ത് സഹാബാക്കൾ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്കെടുത്ത് കിട്ടിയത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എത്ര ദീനാവും? അഖീദയും ഇബാദത്തും ഓരോരുത്തർക്കും മനസ്സിലാക്കുന്നത് പോലെയാണ് എങ്കിൽ എത്ര അഖീദ ഉണ്ടാവും, എത്ര ഇബാദത്ത് ഉണ്ടാവും? അങ്ങനെ ഉണ്ടാക്കില്ലേ പലരും. 3 റക്അത്ത് അല്ല 3 വക്ത് 10 നിസ്കാരക്കാരും വന്നില്ലേ? പറഞ്ഞ എന്താണ്? ഖുർആനിലെന്ന് അത്രേ കണ്ടിട്ടുള്ളൂ. പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നവർ അവർക്ക് മനസ്സിലാക്കിയത് പറയാണ്. എന്നാൽ അവർ വഷളായപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാക്കിയ സലഫ് ആരാണ് ചോദിക്കുമ്പോഴാണ്